ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സുനിത വില്യംസിനെയും കൂട്ടരെയും സ്വാഗതം ചെയ്തത് ഡോൾഫിനുകളാണ്. 286 ദിവസത്തെ സ്പേസ് ജീവിതത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും സഹയാത്രികരുടെ കൂടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വിട്ട് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 17 മണിക്കൂർ സമയത്തെ യാത്രയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നത് അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല. സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ക്യാപ്സ്യൂള് ഹൈ സ്പീഡിലേക്ക് കടക്കും, എയർ മോളിക്യൂൾസ് ഫ്രിക്ഷൻ ഉണ്ടാക്കും. ഇവർ വരുന്ന ആ ക്യാപ്സ്യൂളിന് ചുറ്റും പുറത്തുണ്ടാകുന്നത് 2000 ഡിഗ്രി സെൽഷ്യസോളം ഹീറ്റാണ്. ഈ ഹീറ്റിനെ ചെറുക്കുന്നത് ഇതിന്റെ ഔട്ടർ ലെയറിലെ ഹീറ്റ് ഷീൽഡായ പിക്ക എക്സ് എന്ന ഒരു മെറ്റീരിയലാണ്. ലൈറ്റ് വെയിറ്റ് ആയ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉള്ള പിക്ക എക്സ് ഒരു 4-5 സെന്റിമീറ്റർ കട്ടിയുള്ളതായിരിക്കും. ഇതിലെ കുറച്ച് മില്ലിമീറ്ററോളം പോർഷൻസ് വരുന്ന വരവിൽ ഉരുകി പോവുകയും ചെയ്യും. ആസ്ട്രോനട്സ് ക്യാബിനുള്ളിൽ സേഫ് ആയിരിക്കും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ശരീരഭാരവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതോടൊപ്പം മൂവ് ചെയ്യാനും ശ്വസിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിങ്ങളൊന്ന് നേരെ ഇരുന്ന് നെഞ്ചിലൊന്ന് ചെറുതായിട്ട് നോർമലായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കൂ. ഇനി അവിടെ തന്നെ ഒരു 3 ഇരട്ടി എക്സ്ട്രാ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്ത് നോക്കൂ. ആ ഒരു ഫീലായിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ തിരിച്ചു വരുമ്പോൾ അവർക്ക് അനുഭവപ്പെടുക. പക്ഷേ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ അടക്കമുള്ളവരെല്ലാം ഇത് സർവൈവ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിരിക്കും. 17 മണിക്കൂർ ട്രാവലിന് ശേഷം ഫ്ലോറിഡയിൽ ക്രൂ ഡ്രാഗൺ ഇറങ്ങി. മൈക്രോ ഗ്രാവിറ്റിയിൽ ഇവരുടെ ബോഡി എത്രത്തോളം എഫക്റ്റ് ആയിട്ടുണ്ട് എന്നറിയാനുള്ള മെഡിക്കൽ ചെക്കപ്പുകളും ഫിസിക്കൽ തെറാപ്പി സെഷനുകളെല്ലാം തന്നെ ഇനിയും തുടരണം. ഇവർ മുകളിൽ നിന്ന് എന്താ വന്ന് വീണെന്നറിയാൻ വേണ്ടിയിട്ട് ഡോൾഫിനുകൾ ഇവരുടെ ക്യാപ്സ്യൂളിന് ചുറ്റും കൂടി വന്നത് രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ സുനിതേച്ചി ഇവിടെ ലിവിയാത്ത വരാൻ പോവാ, തിരിച്ചു വിട്ടോ എന്ന് പറയാൻ വന്നതാവും.